ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ദീപക്കിൻ്റെയും മൃതികയുടെയും വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ഗംഭീരമായി നടക്കുന്നു. നാദസ്വരവും തകിലുകൂട്ടും എല്ലാം ആർഭാടമായി തന്നെ നടക്കുന്നുണ്ട്. രോഹൻ്റെ വല്യച്ഛൻ ചോദിക്കുന്നു, ഇടാ നീ കണ്ട പെണ്ണ് ഈ കൂട്ടത്തിൽ എവിടെങ്കിലും ഉണ്ടോടാ? ഇല്ല വല്യച്ഛ, ഞാനും അതുതന്നെയാണ് നോക്കുന്നത്. നമ്മളെ ഏതായാലും ശേഖരനങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞതല്ലേ. വല്യച്ഛൻ ശേഖരനങ്ങളോടൊന്ന് ചോദിച്ചു നോക്ക്. ഇപ്പോഴോ? ഇപ്പം വേണ്ടടാ, ശേഖരൻ കല്യാണം തിരക്കി നിൽക്കുമല്ലേ, കല്യാണമൊക്കെ ഒന്ന് കഴിയട്ടെ. വല്യച്ഛൻ ശേഖരനങ്ങളിനോട് സംസാരിച്ച് ആ പെണ്ണിനെയും കണ്ട് ഒരു തീരുമാനവും എടുത്തിട്ടേ നമ്മളിവിടുന്ന് പോകാവുള്ളൂ. രോഹന് ഹൃദയോടുള്ള പ്രേമം അവൻ്റെ അസ്ഥിക്ക് പിടിച്ചു കഴിഞ്ഞു. വല്യച്ഛൻ എല്ലാം സംസാരിച്ച് എല്ലാം ഓക്കെ ആക്കാവടാ, മോൻ ധൈര്യമായിട്ടിരിക്കും. വിവാഹത്തിന് കൂടിയിരിക്കുന്ന ആൾക്കാരുടെ നടുവിൽ നമ്മുടെ രാധമ്മയും പ്രിയയും ഇരിപ്പുണ്ട്. രാധമ്മയാണെങ്കിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, എൻ്റെ ഭഗവാനെ ഈ വിവാഹം നടക്കല്ലേ, ഈ വിവാഹം മുടങ്ങണേ. പ്രിയ പറയുക, അമ്മേ നമുക്ക് ഋതുമോളെ ഒന്ന് കണ്ടാലോ? വേണ്ട മോളെ, അംബിക മേഡവും ദീപക്കും അവിടെ ഉണ്ട്, യാമിനി മേഡം പറഞ്ഞതല്ലയോ. ഇനി നമ്മളങ്ങോട്ട് ചെല്ലുന്നത് കണ്ട് അത് ഇഷ്ടപ്പെടാതെ അംബിക മേഡം വല്ല പ്രശ്നം ഉണ്ടാക്കിയാലോ? ഈ വിവാഹം യാമിനി മേഡം പറഞ്ഞതുപോലെ നീട്ടിവെച്ചാൽ മതിയായിരുന്നല്ലേ അമ്മേ? നീ കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കണ്ട പ്രിയെ, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അതിന് അമ്മ എന്തുപോയി പ്രാർത്ഥിക്കുന്നേ? എൻ്റെ പ്രിയെ, നിന്റെ ഇഷ്ടപ്പെട്ട ദൈവം ആരാ? അത് ഭഗവാൻ കൃഷ്ണൻ. എങ്കിൽ നീ കൃഷ്ണനോട് ഒരു 101 പ്രാവശ്യം നല്ലതുപോലെ പ്രാർത്ഥിക്ക്, ഈ വിവാഹം നടക്കല്ലേ, എങ്ങനെങ്കിലും മുടക്കിത്തരണേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ വിവാഹം മുടങ്ങുമോ അമ്മേ? നമുക്ക് പ്രാർത്ഥിക്കാനല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും മോളെ? നീ പ്രാർത്ഥിരി, എന്നാൽ ഞാനും പ്രാർത്ഥിക്കാമേ. അങ്ങനെ അവർ രണ്ടുപേരും ഭഗവാൻ കൃഷ്ണനെ കൈതൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കുവാണ്. രാധമ്മ പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ എൻ്റെ ഹൃദയമോളെ ആ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണേ. വിവാഹ മണ്ഡപത്തിൽ നിന്ന് വേണുവേട്ടൻ വിഷമിക്കുവാണ്. ദൈവമേ, പത്മാവതി മേഡം വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും വന്നില്ലല്ലോ. ഇനി മേഡത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചോ? പൂജാരികൾ ശേഖരനോട് പറയുന്ന മുഹൂർത്തത്തിനുള്ള സമയമായി, ചെറുക്കനെ വിളിച്ചോളൂ. വിവാഹത്തിനെത്തിയ അതിഥികളുടെ കൂട്ടത്തിൽ ഒരാൾ പർദ്ദയിട്ടുണ്ടിങ്ങനെ ഇരിപ്പുണ്ട്. ആർക്കും എളുപ്പം മനസ്സിലാകാത്ത രീതിയിലാണ് അവൾ മുഖം മറച്ചു പിടിച്ചിരിക്കുന്നത്. വേണുവേട്ടൻ ശേഖരനോട് ചോദിക്കുന്നു, ശേഖരൻ സാറേ, ഹൃതിക മേഡത്തിൻ്റെ മുഖത്ത് ആ പാടുകളുള്ളതുകൊണ്ട് നമുക്ക് വിവാഹം ഒന്ന് നീട്ടിവെക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം വേണുവേട്ട, എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളൊരു ടെൻഷനിലാണ് ഞാനും. അങ്ങനെ വെട്ടിത്തിളങ്ങുന്ന പ്രഭയിൽ അംബികയും മകനും ചിരിച്ചുല്ലസിച്ചുകൊണ്ട് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അവൻ്റെ ആ ചിരിച്ചോണ്ടുള്ള വരവ് കണ്ടിട്ട് പ്രിയയ്ക്കങ്ങ് ദേഷ്യം വരുക. പ്രിയ പറയാ, അമ്മേ വേണ്ട, അവൻ വരുന്നുണ്ട്. വന്ന അതിഥികളൊക്കെ പുതുമണവാളനെ കാണാനായിട്ട് തലയൊക്കെ തിരിഞ്ഞും ചരിഞ്ഞുമൊക്കെ ഇങ്ങനെ നോക്കുവാണ്. അംബികയുടെയും മകൻ്റെയും ചതി ഒന്നും മനസ്സിലാകാതെ നാട് ഭരിക്കുന്ന ഒരു മന്ത്രി പ്രതാപവർമ്മയും അവരോടൊപ്പം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. കൂടെ നിൽക്കുന്നവരുടെ ചതി എന്താണെന്ന് പോലും മനസ്സിലാകാത്ത ഒരു മന്ത്രിയാണല്ലോ നമ്മുടെ പ്രതാപവർമ്മ. സ്വന്തം മകളുടെ ജീവിതമാണെങ്കിൽ എന്തെല്ലാം നമുക്ക് നോക്കേണ്ടി വരും. പക്ഷെ അതെല്ലാം കണ്ണടച്ച് ചേച്ചിയെ വിശ്വസിച്ച് കൂടെ വരികയാണ് ചിരിച്ചുല്ലസിച്ചുകൊണ്ട് പ്രതാപവർമ്മ. അങ്ങനെ അവരുടെ എല്ലാവരുടെയും അകമ്പടിയോടെ നമ്മുടെ ദീപക്ക് പുതുമണവാളനായിട്ട് കല്യാണ മണ്ഡപത്തിലോട്ട് കയറി അതിഥികളെയൊക്കെ നമസ്കരിക്കുന്നുണ്ട്. അംബികയും മകൻ ദീപക്കും ഏൽപ്പിച്ച ഗുണ്ടകളെല്ലാം അവിടെ ഇവിടെ ഓരോ ഭാഗത്തായിട്ട് നിരന്നു നിൽപ്പുണ്ട്. വിവാഹ കാര്യങ്ങൾ നടത്തുന്ന പൂജാരി പറയുന്നു, വരൻ അമ്മയുടെയും അമ്മാവൻ്റെയും അനുഗ്രഹം മേടിച്ചോളൂ. സകലതും തൻ്റെ കാൽക്കീഴിൽ എത്തിയെന്നുള്ള ഭാവത്തോടെയും അഹങ്കാരത്തോടെയും ചിരിച്ചോണ്ട് ദീപക് അംബികയുടെ കാൽ തൊട്ട് തൊഴാൻ ചെല്ലുമ്പോൾ അംബിക പറയുന്നു, മോനെ, ആദ്യം അമ്മാവൻ്റെ കാല് തൊട്ട് തൊഴു, അമ്മാവൻ്റെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത്. അങ്ങനെ ദീപക് പ്രതാപവർമ്മയുടെ കാൽ തൊട്ട് അനുഗ്രഹം മേടിക്കുന്നു. എന്നിട്ട് അംബികയുടെയും അനുഗ്രഹം മേടിച്ച് ചിരിച്ചോണ്ട് അവൻ മണ്ഡപത്തിൽ കയറി ഇങ്ങനെ നിൽക്കുവാണ്. ഇനി ചെറുക്കൻ ഇരുന്നോളൂ എന്ന് പറയുമ്പോൾ ചമ്രം മടിഞ്ഞ് നല്ല ചിരിച്ച് ഐശ്വര്യവാനായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ ദീപക്. ഇതെല്ലാം പർദ്ദയിട്ടിരിക്കുന്ന ആ സ്ത്രീ കാണുന്നുണ്ട്. രാധമ്മയും പ്രിയയും സങ്കടം സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ കുനിഞ്ഞു നോക്കിയിരിക്കുവാണ്. പ്രതാപൻ അംബികയോട് ചോദിക്കുന്നു, ചേച്ചി കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല പ്രതാപ, ഹരി മുല്ലപ്പൂമാല വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ യാമിനിയുടെ കയ്യിൽ കൊടുത്ത് ഋതികമോളുടെ മുഖത്ത് അത് വെച്ച് മറച്ചു കൊണ്ടുവരാൻ. അല്ല ചേച്ചി, ദീപക്കിൻ്റെ മുഖം എന്താ പൂ കൊണ്ട് മറയ്ക്കാത്തത്? ആ കാണുന്നവർക്ക് വല്ല വ്യത്യാസമായിട്ട് തോന്നത്തില്ലേ? ഇല്ല പ്രതാപ, ദീപക്കിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ നോർത്ത് ഇന്ത്യൻകാരൻ്റെ വിവാഹം ഇങ്ങനെയായിരുന്നെന്ന്. അവിടെ പെണ്ണിൻ്റെ മുഖം മാത്രമാണ് പൂക്കൾ കൊണ്ട് മറച്ചിരുന്നതെന്നാണ് ദീപക്കും അവൻ്റെ ഫ്രണ്ട്സും പറഞ്ഞിരുന്നത്. അംബിക ഇങ്ങോട്ട് മാറി നിന്നുകൊണ്ട് ദീപക്കിൻ്റെ ആ ഫ്രണ്ട്സ് ആ ഗുണ്ടകളോട് ചോദിക്കുന്നു, എടാ അവനെവിടെ? ആരാ മേഡം? ആ രാജു. അങ്ങനെ ചോദിക്കുന്നത് ചുണ്ടിങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ട് ചിരിച്ചോണ്ടാണ് അവൾ ചോദിക്കുന്നത്. ആർക്കും മനസ്സിലാകാതെ. പുറത്ത് എന്തെങ്കിലും സാധനം മേടിക്കാൻ വേണ്ടി ഹരി അവനെ പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. ഇവിടെങ്ങും അവനെ കാണുന്നില്ല മേഡം. എന്നാലും നിങ്ങൾക്ക് അവൻ്റെ മേലൊരു ശ്രദ്ധ വേണം. എപ്പോഴാ എന്താ അവൻ ചെയ്യാൻ പോകുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല.
ഈ കല്യാണം ഒന്ന് കഴിയുന്നത് വരെ അവൻ ഒരു കുഴപ്പവും ഉണ്ടാകാതെ നിങ്ങൾ നോക്കിക്കോണം. ഇത് ഞങ്ങൾ ഏറ്റു മേഡം, മേഡം ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. പ്രതാപൻ ഉടനെ ചോദിക്കുന്നു, എന്താ ചേച്ചി? അത് പ്രതാപ, നമ്മളെല്ലാവരും ഇപ്പം മണ്ഡപത്തിലല്ലേ നിൽക്കുന്നത്, വരുന്ന ഗസ്റ്റുകൾക്കൊന്നും ഒരു കുറവും വരുത്താതെ നോക്കണേന്ന് പറയുമായിരുന്നു. രാജുവും ജയനും അങ്ങോട്ട് വരുന്നുണ്ട്. ബൗൺസേഴ്സ് പറയാ, എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടും ഇല്ല എന്ന് രാജു. ജയൻ പറയാ, മുഹൂർത്തത്തിന്റെ സമയമായി, അത് കഴിഞ്ഞ് അങ്ങോട്ട് കയറി ചെന്നാൽ പിന്നെ ഞങ്ങളെങ്ങനെ കെട്ട് കാണുന്നത്? അങ്ങനെ നവവധുവിനെ ഒരുക്കി ആൾക്കാരൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. നല്ല പച്ച കളർ സാരിയൊക്കെ ഉടുത്ത് സർവാഭരണ ഭൂഷിതയായി മുഖം മുഴുക്ക മുല്ലപ്പൂ കൊണ്ട് മറച്ച് അങ്ങനെ നവവധു വരികയാണ്. ആകാംക്ഷയോടെ നവവധുവിനെ ഇങ്ങനെ ആൾക്കാർ നോക്കുവാണ്. കാരണം ഇവിടെ അങ്ങ് ഇപ്പോഴിങ്ങനെ മുഖം മറച്ചാരും വരുന്നില്ലല്ലോ. എന്ത് കണ്ടാലും ഉടനെ അത് കോപ്പിയടിക്കുന്നതാണല്ലോ നമ്മുടെ ആൾക്കാരുടെ ശീലം. അത് നമ്മുടെ നാടിൻ്റെ പാരമ്പര്യമായ ആചാരമാണോ അതോ വേറെ വല്ല നാടിൻ്റെ പാരമ്പര്യമായ ആചാരമാണോ, ഇതൊന്നും നോക്കേണ്ട കാര്യം നമ്മുടെ ആൾക്കാർക്കില്ല. അങ്ങനെ യാമിനിയും കുറേ ആൾക്കാരും ചേർന്ന് നവവധുവിനെ കല്യാണ മണ്ഡപത്തിലെത്തിച്ചു. രാധമ്മയും പ്രിയയും പരസ്പരം നോക്കുവാണ്. എന്നിട്ട് അവർ രാജുവിനെ ഇങ്ങനെ ദേഷിച്ച് നോക്കുന്നുണ്ട്. മുല്ലപ്പൂവൊക്കെ ചൂടി അങ്ങനെ ഹൃതിയെ അടുത്തു വന്നിരുന്നപ്പോൾ ദീപക്കിൻ്റെ ഒരു സന്തോഷം. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്, ഇതെന്താ പെണ്ണ് മുഖം മറച്ചിരിക്കുന്നത്? അംബിക ചേച്ചി നടത്തുന്ന വിവാഹമല്ലേ, ചിലപ്പോൾ എന്തെങ്കിലും ആചാരമുറ വെച്ചായിരിക്കും ഇങ്ങനെ മുഖം മറച്ചിരിക്കുന്നത്. ചില നാട്ടിലെയൊക്കെ കല്യാണം ഇങ്ങനെയാണ്, ഞാനിതൊക്കെ ഫോണിലും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും നല്ല ഭംഗിയുണ്ട് ഇല്ലേ? ഈശ്വര, പത്മാവതി മേഡം ഇതുവരെ ഇവിടെ എത്തിയില്ലല്ലോ. എന്ത് സംഭവിച്ചു? മേഡത്തിന് എന്ത് പറ്റി? ഈ വിവാഹം ഇപ്പം നടക്കുമല്ലോ, വിവാഹം നടന്നതിന് ശേഷം വന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്ത് വേണുവേട്ടൻ അവിടെ നിന്ന് വിഷമിക്കുവാണ്. അംബിക രാജുവിനെയും രാജുവിൻ്റെ ആൾക്കാരെയും ഈ വിവാഹത്തിന് എതിർപ്പുള്ളവരെയൊക്കെ ഇങ്ങനെ നോക്കി ഒരു വല്ലാത്ത പുച്ഛത്തോടെയും അഹങ്കാരത്തോടെയും നിൽക്കുവാണ്. എല്ലാത്തിൻ്റെയും മുഖം കണ്ടില്ലേ? എല്ലാവരും മനസ്സിലാഗ്രഹിച്ചതൊന്നും നടക്കാതെ പോയതിപ്പോൾ വിഷമിച്ച് നിൽക്കുക. നിങ്ങളുടെ ഈ വിഷമിച്ച മുഖം കാണുമ്പോഴാണ് ഈ അംബികയ്ക്കൊരു സന്തോഷം. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന താലികെട്ടിൻ്റെ സമയമായി. പൂജാരി താലിയെടുത്ത് ദീപക്കിൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണ്. ദീപക് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ താലി വാങ്ങി അമ്മയെ നോക്കുവാണ്. അമ്മയും ചിരിച്ച് നല്ല പൂർണ്ണ സന്തോഷത്തോടെ അനുവാദവും കൊടുത്ത് ദീപക് അങ്ങനെ ഹൃതിയുടെ കഴുത്തിൽ താലി കെട്ടി. ഈശ്വരനെ മനമൊരുകി വിളിച്ചിട്ടും ഭഗവാനെ നീ സഹായിച്ചില്ലല്ലോ എന്നോർത്ത് രാധമ്മ അങ്ങ് കരയുവാണ്. ഈ സമയത്ത് പത്മാവതി ഇങ്ങനെ റോഡിൽ കൂടെ ഓടി വരുന്നുണ്ട്. രാജുവിനെ പ്രിയയും രാധമ്മയും വേണുവേട്ടനും ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ പൂജാരി പൂമാലയെടുത്ത് ഹൃതിയുടെ കയ്യിൽ കൊടുക്കുന്നു വരനെ ചാർത്താനായിട്ട്. പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൂമാലയൊക്കെ ചാർത്തി. ആഹാ, ആ ദീപക്കിൻ്റെ മുഖം കണ്ടോ, എന്തോരം ചിരി! സകലതും തൻ്റെ കാൽക്കീഴിലെത്തി. നാളെ തന്നെ അവൻ്റെ പട്ടാഭിഷേകവും നടക്കും എന്നുള്ള ഒരു ഭാവത്തിലാണ് അവൻ്റെ ഒരു നോട്ടം എല്ലാവരെയും. പൂജാരി വധുവിന് ഉടുക്കാനുള്ള വിവാഹ വസ്ത്രവും ദീപക്കിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അങ്ങനെ ദീപക് ആ വിവാഹ വസ്ത്രവും ഹൃതിയുടെ കയ്യിൽ കൊടുക്കുന്നു. ഇനി വരൻ പെൺകുട്ടിയുടെ കൈ പിടിച്ചിട്ട് വലം വെച്ചോളൂ എന്ന് പൂജാരി പറയുന്നതനുസരിച്ച് ദീപക് ഹൃതിയുടെ കൈയും പിടിച്ച് വിവാഹ മണ്ഡപത്തിന് ഇങ്ങനെ വലം വെക്കുകയാണ്. ആ കാഴ്ച കണ്ട് ജയന് സഹിക്കാൻ വയ്യാതെ രാജുവിനെ ഇങ്ങനെ ഒരു അടിമുടി ഒരു നോട്ടം. ഈ കാഴ്ചകളെല്ലാം പർദ്ദ ധരിച്ച പെൺകുട്ടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ്. അവളുടെ കണ്ണുകളിൽ സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും മനസ്സിലാകുന്നില്ല. അടുത്തതായിട്ട് വിവാഹ രജിസ്ട്രേഷനിൽ ഒപ്പിടുകയാണ്. ദീപക് സന്തോഷത്തോടെ ഒപ്പിടുകയാണ്. എന്നിട്ട് ഹൃതികയുടെ കയ്യിലോട്ട് ആ ബുക്ക് കൊടുക്കുമ്പോൾ ഹൃതിക ആ ബുക്കിലോട്ട് ദിവ്യ എന്ന് എഴുതി സൈൻ ചെയ്യുവാണ്. ഇത് ദീപക് കണ്ടിട്ട് പെട്ടെന്ന് അവൻ്റെ മനസ്സിലൊരു സംശയം. അവൻ ഹൃതികയുടെ മുഖത്തെ മുല്ലപ്പൂ ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ അവൻ കണ്ടത് ദിവ്യയാണ്. അവൻ്റെ സകല നാഡീനരമ്പുകളും തകർന്നുപോയി. എടീന്നും പറഞ്ഞ് അലറിക്കൊണ്ട് ആ രജിസ്റ്റർ ചെയ്യുന്ന ആ ബുക്ക് വാടിച്ചങ്ങോട്ട് ഒരൊറ്റ ഏറ്. ഇതുകൊണ്ട് സകലരും അമ്പരന്നങ്ങ് എഴുന്നേറ്റ് നിൽക്കുവാണ്. അയ്യോ, എന്താ അവിടെ സംഭവിച്ചത്? എടാ ദീപക്കെ, എന്താടാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, എടീ നീ എന്നെ ചതിക്കുമായിരുന്നു അല്ലേടി? ദീപക് ദിവ്യയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുവാണ്. അത് കണ്ടിട്ട് പ്രതാപവർമ്മ അലറുവാണ്. ദീപക്കെ, നീ എന്ത് പ്രാന്താടാ കാണിക്കുന്നത്? എടാ ഹൃതികയെ വിടാനാ പറഞ്ഞത്. അമ്മാവാ, ഇത് ഹൃതികയല്ല, ദിവ്യയാണ്. ദിവ്യയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അംബികയുടെ തലയിൽ ആകാശം ഇടിഞ്ഞു വീണ പോലെ ഒരു തോന്നൽ. ഇവളെങ്ങനെ ഇവിടെ എത്തി? ദീപക് ദിവ്യയുടെ മുഖത്ത് മറച്ചു വെച്ചിരുന്ന ആ പൂമാല വലിച്ചു പറിച്ച് അങ്ങ് എറിഞ്ഞിട്ട് അവിടെ കഴുത്തിന് കയറി പിടിക്കുവാണ്. എടാ വിടാനാ പറഞ്ഞ, വിടറാ എന്ന് പറഞ്ഞ പ്രതാപനും അവിടെ നിൽക്കുന്നവരൊക്കെ ചേർന്ന് അവനെ പിടിക്കുവാണ്. അങ്ങനെ അവിടെ ഒരു വലിയ പിടിവലിയാണ്. വിടത്തില്ല എന്നുള്ള ഒരു വലിയ പിടിവലി തന്നെ നടക്കുവാണ്. ഞാനിതിന് സമ്മതിക്കില്ല, എന്നെ ചതിച്ചത് താണ്ട് ഇവനാണ് എന്നും പറഞ്ഞ് ദീപക് രാജുവിനെ ചൂണ്ടിക്കാണിക്കുവാണ്. ഇത് കേട്ട് പ്രതാപൻ ഞെട്ടിപ്പോയി. രാജു, എന്തായി നടക്കുന്നത്? ഹൃതിക എവിടെ? ഇവനെ ഞാനിന്ന് കൊല്ലു എന്നും പറഞ്ഞ് ദീപക് ഓടിച്ചെന്ന് രാജുവിൻ്റെ കഴുത്തിന് പിടിച്ച് വലിക്കുന്നുണ്ട്. എടാ വിടറാ, ഞാൻ അവനോട് ചോദിച്ചോളാം, വിടറാ. ഇല്ല, ഇവനെ ഞാനിന്ന് കൊല്ലും എന്നും പറഞ്ഞ് അവൻ്റെ ഷർട്ടിൻ്റെ കോളറെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ആ കല്യാണ മണ്ഡപത്തിലോട്ട് ഒരൊറ്റ ഏറ്.
ദീപക്കെ വിടറ അവനെ എന്ന് പറഞ്ഞ് വേണുവേട്ടനും ശേഖറും പ്രതാപനും എല്ലാം ചേർന്ന് ദീപക്കനെ ഇട്ട് പിടിക്കുവാണ്. രാജു, ഋതിക എവിടെ, എൻ്റെ മോൾ എവിടെ എന്നിങ്ങനെ പ്രതാപൻ ചോദിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടച്ചാ എന്നും പറഞ്ഞ പർദ്ദയിട്ട പെൺകുട്ടി അങ്ങ് എഴുന്നേക്കുവാണ്. അവളുടെ മുഖത്ത് ധരിച്ചിരുന്ന ആ കറുത്ത വസ്ത്രം മുകളിലോട്ട് മാറ്റിയിട്ട് നോക്കുമ്പോൾ ഋതിക, ദൈവമേ, എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. ജയനും യാമിനിയും ശേഖറും ഒക്കെ സന്തോഷം കൊണ്ടിങ്ങനെ ചിരിക്കുവാണ്. എന്നെ ആരും എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ലായിരുന്നു അച്ഛാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. രോഹൻ അങ്ങ് സന്തോഷമായി. രോഹൻ പറയുക, വല്യച്ഛ, ഇതാ ഞാൻ പറഞ്ഞ പെൺകുട്ടി. എടാ, ഇത് പ്രതാപവർമ്മയുടെ മകളാടാ ഋതിക. ഋതിക ഉണ്ടായ സംഭവങ്ങളൊക്കെ അങ്ങനെ അവിടെ പറയുന്നുണ്ട്. ഋതികയ്ക്ക് അങ്ങനെ മേക്കപ്പ് നടന്നപ്പോൾ മുഖമെല്ലാം ചുവന്ന് തടിച്ചതും ചൊറിഞ്ഞതും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രാജുവിൻ്റെ ഫോൺ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഫോണിനകത്ത് യാമിനി പറയുന്നു, അയ്യോ രാജു, മുല്ലപ്പൂ കൊണ്ട് മുഖം മറയ്ക്കാൻ അവരുടെ തീരുമാനം. അപ്പോഴവിടേക്ക് ജയന്റെ ഫ്രണ്ടും പർദ്ദയിട്ട ഒരു പെൺകുട്ടിയും വരുന്നുണ്ടായിരുന്നു. പർദ്ദയിട്ട പെൺകുട്ടി മറ്റാരും ആയിരുന്നില്ല, ദിവ്യയായിരുന്നു. അങ്ങനെ ആ മേക്കപ്പ് എല്ലാം അവർ ദിവ്യക്കിട്ട് ഋതികയെ പർദ്ദയും ഇട്ട് മാറ്റി നിർത്തി. ദിവ്യ, വർമ്മ സാറേ, ഞാൻ പറയാം എന്നിങ്ങനെ പറയുമ്പോൾ അംബിക, നീ ശബ്ദിച്ചു പോകരുതടി, എന്റെ ശബ്ദം ഇവിടെ കേട്ടു പോകരുത്. എന്റെ മകനെ വഞ്ചിച്ച് അവനെ കൊണ്ട് നിന്റെ കഴുത്തിലൊരു താലിയും കെട്ടി രജിസ്റ്ററിൽ ഒപ്പിട്ടാൽ വിവാഹം കഴിഞ്ഞെന്ന് വിചാരിച്ച് നീ അങ്ങ് സന്തോഷിച്ചോ? നിനക്കോ നിന്നെ പിന്താങ്ങി നിന്നെ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചവർക്കോ അങ്ങനെ ഒരു വിചാരം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റി. നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് സ്വയം അറിവോടെയല്ല എൻ്റെ മകൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ആണോടാ ദീപക്കെ? അല്ലമ്മേ, ഞാൻ ഋതികയാണെന്ന് കരുതിയ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. അംബിക പറയുക, ഇപ്പൊ എല്ലാരും കേട്ടല്ലോ, ഇത് ചീറ്റിംഗ് ആണ്. എടി ദിവ്യേ, നിന്നെയും നിന്നെ കൊണ്ട് ചീപ്പ് ഗെയിം കളിപ്പിച്ചവരെ ഞാൻ അഴിയെണ്ണിപ്പിക്കും. എന്തെങ്കിലും ദുരുദ്ദേശത്തിന് വേണ്ടി ഒരു വ്യക്തിയെ വഞ്ചിക്കുന്നത് വഞ്ചനാ കുറ്റം സെക്ഷൻ 420, ആൾമാറാട്ടത്തിനും വിവാഹ തട്ടിപ്പിനും. അങ്ങനെ കുറച്ചുനാള് ജയിലിൽ കിടക്കാനുള്ള എല്ലാ വകയും ഒപ്പിച്ച് വെച്ചിട്ടാ നീ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നതെന്ന് ഓർത്തോ. എന്റെ മകനെ ചതിച്ച ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. ഋതിക അങ്ങോട്ട് വന്നിട്ട് പറയുക, അങ്ങനെ വകുപ്പും ചട്ടവും ന്യായവും ഒക്കെ നോക്കുവാണെങ്കിൽ ആദ്യം ജയിലിൽ പോകേണ്ടത് അമ്മായിയുടെ മകൻ ഈ ദീപക്ക. ഋതികയെന്നും പറഞ്ഞ് പ്രതാപവർമ്മ ദേഷിക്കുന്നുണ്ട്. രാജു പറയുക, സാറേ, ഋതിക മേഡം പറയുന്നതിൽ സത്യമുണ്ട്. ഇത് കേട്ടോ പ്രതാപ, ഇത് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കളിച്ചതാണ് എൻ്റെ ദീപക്കിനെതിരെ. ഇതെനിക്ക് ഉറപ്പാണ്. എങ്ങനെയെങ്കിലും രാജു ഈ വിവാഹം മുടക്കുമെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങനെയാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. 4 നേരം ഇവൻ പറയാറുണ്ടല്ലോ, നിന്റെ പിന്നാലെ നടന്ന് നിന്റെ നന്മ മാത്രമേ ഇവൻ ചിന്തിക്കുന്നുള്ളെന്ന്. എന്നിട്ട് നിന്റെ നന്മയാണോടാ പ്രതാപ ഇവനിപ്പോൾ ചെയ്തത്? ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ മുന്നിൽ വെച്ച് നിന്നെ അപമാനിക്കുമല്ലേ ഇവൻ ചെയ്തത്? ഒരിക്കലും അല്ല മേഡം. ഋതിക മേഡത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാനും എൻ്റെ വർമ്മ സാർ എന്നും സന്തോഷത്തോടെ ഇരിക്കാനും വേണ്ടിയാണ് ഞാൻ ഈ ചിന്തിച്ചതും പ്രവർത്തിച്ചതും ഈ കാണിച്ചതും എല്ലാം. അപ്പോൾ നീ തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച് നിന്റെ വാ കൊണ്ട് നീ തന്നെ സമ്മതിച്ചു അല്ലേ രാജു? അതെ മേഡം. ഋതിക മേഡത്തെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് ദിവ്യ ഇരുത്തിയത് ഞാൻ പറഞ്ഞിട്ടാ. അംബിക യാമിനിയോട് ചോദിക്കുക, യാമിനി, നീയും ഇവർക്ക് കൂട്ടുനിന്ന് അല്ലേ? എടാ രാജു, അംബികയും മകനെയും നീ വിഡ്ഢികളാക്കി ഇവളെ എൻ്റെ മകൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നീ വിചാരിക്കണ്ടാടാ. ആ ഗുണ്ടകളെ വിളിച്ചിട്ട് അംബിക പറയുക, എടാ വിഷ്ണു, തല്ലി ഓടിക്കടാ ഇവൻ്റെ കൈയും കാലും ഒക്കെ. എടാ എന്നിങ്ങനെ അവന്മാർ അലറുമ്പോൾ പെട്ടെന്ന് പ്രതാപൻ, നിൽക്കടാ അവിടെ എന്നും പറഞ്ഞ് പ്രതാപൻ്റെ ഒരു അലർച്ച. തൊട്ടുപോകരുത് രാജുവിനെ. പ്രതാപ ചേച്ചി, എന്താണ് ഇവർക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞത് കേട്ടിട്ടല്ലാതെ ശിക്ഷ നടപ്പിലാക്കാൻ പാടില്ല. എനിക്കെല്ലാം അറിയണം, എന്താണ് ഇവരൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന്. യാമിനി പോലെ ഇവർക്ക് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ശക്തമായിട്ടുണ്ടാകാതിരിക്കില്ല. എന്ത് കാരണം പ്രതാപ? എല്ലാം നിനക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. ദിവ്യയുടെ കുഞ്ഞിൻ്റെ കാര്യമായിരിക്കും ഇവരൊക്കെ പറയാൻ പോകുന്നത്. ദിവ്യയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ദീപക്കാണെന്ന് ഇവർ തെളിയിച്ചത് കല്ല് വെച്ച നുണയാണെന്ന് അന്നേ തെളിഞ്ഞതാ. ആ കുഞ്ഞുമായി ഇവളീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതുമല്ലേ. രാജു ദേഷ്യത്തോടെ അംബികയോട് ചോദിക്കുക, അങ്ങനെ ദിവ്യയ്ക്ക് ഇറങ്ങി പോകേണ്ടി വന്ന സാഹചര്യം എന്തായിരുന്നു മേഡം? ചെയ്തത് തെറ്റാണെന്നുള്ള കുറ്റബോധം കൊണ്ടാ അന്ന് ആ സത്യം അവളോട് തുറന്നു പറഞ്ഞത്. പിന്നെ കുറ്റബോധം. പ്രായം ചെന്ന അസുഖബാധിതയായ ദിവ്യയുടെ അമ്മയെ വീട്ടിൽ ചെന്ന് ദീപക്ക് ഭീഷണിപ്പെടുത്തി. അവരെ കൊല്ലുവന്ന് ദിവ്യയും ഭീഷണിപ്പെടുത്തി. ആരുമില്ലാത്ത ദിവ്യയ്ക്ക് അവളുടെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ദീപക്കല്ലെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ ഈ പടിയിറങ്ങി പോകേണ്ടി വന്നു. അതല്ലേ സത്യം? പറയാം അംബിക മേഡം. ഇന്നിങ്ങനെ ചോദിച്ചപ്പോൾ അംബികയ്ക്ക് ഉത്തരവില്ല. വന്ന അതിഥികളെല്ലാം അത് കേട്ടിങ്ങനെ അമ്പരന്ന് നിൽക്കുവാണ്. പ്രതാപവർമ്മയ്ക്ക് എന്തൊക്കെയോ സത്യങ്ങളെല്ലാം മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, അംബികയുടെയും മകൻ്റെയും കൊള്ളരുതായ്മകളെല്ലാം ബാക്കിയുള്ള സത്യങ്ങളും തുറന്നു പറയാനായിട്ട് നമ്മുടെ പത്മാവതി ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കഥകളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.